ഇവൻ വീണ്ടും വന്നു. ഓ സീനാട്ടോ ഇവന്റെ ഡാൻസ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പാടാ ഇത് കളിക്കാൻ. വിഷുവിന് പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ നമുക്കൊരു പാമ്പിന്റെ ഒരു പടക്കം കിട്ടും, പാമ്പ് ഗുളിക എന്നാ പറയുന്നത്. അത് കത്തിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അയ്യോ ലേ മുത്തപ്പൻ. ആ ഇനി എന്റെ നെഞ്ചത്തോട്ട് കയറി. എന്റെ മോനെ കാല് കയറ് പോലെ പിരിഞ്ഞെന്റെ. ആ ഷർട്ട് അലുമിനിയം ഫോയിൽ കൊണ്ട് ഉണ്ടാക്കിയാണ്, നല്ല തിളക്കം. സ്കൂളിൽ പോണ ശരീരവും മാമന്റെ മുഖവും ഏതാണ് ഇവൻ? ബ്രോ ഇതൊക്കെ തനിക്ക് യൂട്യൂബിൽ ഇട്ടുകൂടെ? ഞാൻ അതിലൊന്നും അങ്ങനെ കേറാറില്ല. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവന്റെ കൈ പറയുന്നത് കാല് കേൾക്കും, പക്ഷെ ഇവന്റെ തലച്ചോറ് പറയുന്നത് എന്റെ കൈയും കാലും. ആരോ വിളിക്കുന്നത്? ഓക്കെ അതിന് മുമ്പ് ഹലോ, ഇപ്പൊ വിളിക്കാം. ചെയ്ത് വെച്ചിട്ട് എങ്ങനെ നാട്ടിലൂടെ ഇറങ്ങി നടക്കും ബ്രോ? മുത്തപ്പനെ കുറിച്ചൊന്നും പറയുന്നില്ല. ബ്രദറിനെ ആരും മോട്ടറാക്കി വിട്ടിട്ടുണ്ട്. അച്ചായൻസ് ഗോൾഡ് അല്ലേ ഇത്? ആ ശരിയാണല്ലോ. എന്റെ അച്ചായൻ ആ പുള്ളിനെ പോലെ തന്നെയല്ലേ ഇത്? ചേട്ടൻ നിർത്തി തയ്ച്ച പാൻ്റാണ് ഇത്. എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, വീഡിയോ 18 വയസ്സിൽ താഴെയുള്ളവർ കാണാതിരിക്കുക. അതുപോലെ തന്നെ ഹെഡ്സെറ്റ് വെച്ച് കാണുക. ഫാമിലി ആയിട്ട് വീഡിയോ കാണുന്നവർ കുനിഞ്ഞിരിക്കുക. സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വന്നിട്ടുണ്ട് ചണ്ടി ചങ്കരി പടകാളി ചണ്ടി പടകാളി ചണ്ടി ചങ്കരി പോക്കിളി വാർക്കിളി ഭഗവതിയേ. രാമായണം വായിക്കാൻ തോന്നണം. കരടി നീ അടുത്തിട്ട് നോമ്പിക്കാം. രാമായണത്തിൽ തുടങ്ങി ബാങ്കുകളിൽ അവസാനിച്ചു. എനിക്ക് ആ ബാങ്കുകളിൽ ഒന്ന് അവസാനിക്കുന്നൊന്ന് കാണുന്നു. അയ്യോ നിനക്ക് എന്താ അറിയാവുന്ന? നിനക്ക് നിന്റെ തന്തയെ അറിയാമോ? അവനൊന്നും അറിയത്തില്ല. അതും അറിയില്ലെന്നു. കാളി ചന്തയിലൊരു കടി, മുക്കിളി നാക്കിളി ഒരു കിളി ചുണ്ടമ്മ. ഓ വിഷയം. ആകെ ഒരു വരി, അതിൽ 500 തെറ്റും. അവര് വള്ളംകളിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവരൊരു പാട്ട് പാടത്തില്ലേ? ചിരിക്കാനുള്ളതുണ്ട് കേട്ടാ. നിന്നെ പുറത്ത് വെക്കാം, നിന്നെ പുറത്തേക്ക് ചവിട്ടി എറിയണം. വേണ്ട പിണ്ടോ? കുറച്ച് മണ്ണെടുത്ത് കുഴിച്ചു മൂടിയാലോ? അണ്ടിയെടുപ്പ്. എന്താ അണ്ടിയെടുപ്പ്? അയ്യോ കള്ളക്കഴപ്പനാണ് നീ. ആ നേരത്തൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അടിച്ച് ഭിത്തിക്കട്ടായിരുന്നു. സെറ്റില് തൊള വീണം. ഏത് സെറ്റിലെ തൊള വീണത്? അയ്യോ ഫണ്ണ്. സൂര്യ വരെ പറഞ്ഞു ഇറങ്ങി പോടാന്ന് അറിയുന്നു. തൊളയിട്ട് പോറി. സ്പൈഡർമാൻ ആ സീനാണോ കാണിച്ചു. സമ്മതിക്കണ്ടേ അവന്റെ. ഇവന് ആദ്യമൊക്കെ അവൻ ദുരന്തമായിട്ട് തോന്നി, പക്ഷെ ഇവന്റെ ഇപ്പൊ ഡെഡിക്കേഷൻ കാണുമ്പോ ഇതെന്തുവാണ്?
want you to find your friend, Spider-Man. ഇതെന്നാത്ത ചാതനോ വന്നോന്ന് ചെറുക്കൻ ബോളിവുഡ് കീഴടക്കി തുടങ്ങി സത്യം. Find him. പീറ്റർ പാർക്കർ. അയ്യോ Peter Parker. ഇംഗ്ലീഷ് അറിയാൻ പാടില്ല. Peter Parker. നാക്കിട്ട് വളവള വെക്കുന്നു. Peel the flesh off her bones. One finger on her shoulder. ചെക്കൻ വിഷയം തന്നെ. പൂച്ചനെ കിട്ടി തൂക്കിട്ടേക്കണം. നോക്കിക്കൊണ്ട് വളവള. എങ്ങനെ സെറ്റ് ചെയ്തെടുത്തല്ലേ പൂച്ച സാർ. എന്നാലും ഞാൻ സമ്മതിക്കണല്ലേ അവനാ കണ്ണും നെഞ്ചത്തും മറ്റേ ഫെയർമാനും പൂച്ച കിടക്കുന്നേക്ക്. അവന്റെ ഈ ഡെഡിക്കേഷൻ ഒരു രക്ഷയില്ല. മറ്റേ പഞ്ചായത്തിനകത്ത് വലയിട്ട് പിടിച്ചവരുണ്ട്. ഇവൻ വളരെ വലിയ നിലയിലെത്തും. Hi all, it is Alijos Pereira. We are inviting for models age 25 to 35 girls. Are you interested to act with me and different type of different type of content creating ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോണ്ടം ക്രിയേറ്റിംഗ്. മോനെ 25 മുതലാണോ? ഇല്ല ഐ വുഡ് ഹാവ് ട്രൈഡ്. നിന്നെ ആരാടാ യൂറോപ്യൻ ക്ലാസ്സിൽ കൊണ്ട് വെച്ചത്? I like to interest for red light നിന്റെയൊക്കെ കൂടെ അഭിനയിക്കുന്നതിനും വേദം അഭിനയം നിർത്തി വല്ല കൂലിപ്പണിക്ക് പോകുന്നത് നല്ലത്. ശാപം. red line channel, please contact them. അടി ഫാക്ക് പാറി വരുമല്ലോ നോക്കിയിരുന്നു. നീ തന്നെ സാലിറ്റി ഇറങ്ങുന്നു. മലയാളം താഴെ എഴുതി നന്നായി. 25 to 35 girls. Are you interested to act with അവനൊരു പപ്സ് മേടിച്ചു കൊടുത്തിട്ട് ഇപ്പൊ പറഞ്ഞു വിടുവര്. അപ്പുറത്ത് അത് മതി. സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നവർക്ക് ഒരു എൻജോയ്മെന്റ് ആണ് ഈ ഒരു സംഭവം, ഒരു എന്റർടൈൻമെന്റ് പോലെയാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴും ഇതിന്റെ റിസ്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ? എത്ര പേര് ഇത് കണ്ട് എത്ര പേര് ഇതുപോലെ ചെയ്ത് കിടപ്പിലായി കോമയിലായി മരിച്ചു പോയവരെ ഉണ്ട്. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. കണ്ടോ? ഈ വീഡിയോയിൽ ജസ്റ്റ് മിസ്സാണ് തല ആ വക്കത്ത് മേടിക്കാഞ്ഞത്. അത് ആരും ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ആ വീഡിയോയുടെ അടിയിൽ പോലും ആരും അത് അറിയുന്ന പോലുമില്ല. പക്ഷെ ഞാൻ ആദ്യം ശ്രദ്ധിച്ചൊരു കാര്യം അതാണ്. 6 ലക്ഷത്തോളം ആളുകൾ ലൈക്ക് ചെയ്യുന്ന എത്ര മില്യൺ വ്യൂസ് ആ വീഡിയോക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ ഇത് കണ്ട് അനുകരിക്കാനായിട്ട് കുറെ പേര് കൂട്ടുകാരൻ വിളിച്ച് ചിലപ്പോൾ അവന് താല്പര്യം പോലും ഉണ്ടാകത്തില്ല. ഇതിൽ ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ ഇത് ചെയ്തവനായിരിക്കും ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത്. കാരണം മറ്റവൻ കോമയിലായിരിക്കും അല്ലേ? അപ്പോ ദയവ് ചെയ്ത് ഈ സ്ലിപ്പറി ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി ഈ വക കാട്ടായങ്ങൾ കാണിക്കാൻ നിൽക്കരുത്. ഒട്ടും പാടില്ല എന്നല്ല ഉദ്ദേശിച്ച്. ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക. മറ്റൊരാളുടെ ജീവിതം വെച്ച് നിങ്ങൾ ഒരിക്കലും കളിക്കരുത്. എനിക്ക് പേടിയാണ് ഈ സ്വിമ്മിംഗ് പൂളിൽ പോകുമ്പോൾ ചില കൂട്ടുകാരെന്ന് വെച്ചാൽ എന്നെ ഇങ്ങനെ വലിച്ചോണ്ട് പോകും. ഞാനപ്പോൾ എൻ്റെ നെഞ്ച് പിടക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടാവുമെന്ന് ഓർത്തിട്ടാണ്. ചിലപ്പോൾ എനിക്കായിരിക്കും അല്ലെങ്കിൽ പിടിക്കുന്നതിനായിട്ട് ആർക്കാരും ഉണ്ടാവുന്നത്. മലയാളം സ്റ്റാർ ടിനി ടോം ഈസ് ഡെഡ്. ഹിസ് സൺ ഈസ് 21 years. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ മരിച്ചു എന്നല്ല വിചാരിക്കുന്നത്. ഇന്ന് കമന്റ് ബോക്സ് ആ കോമഡി. പ്രിയ സുഹൃത്തിന് വട. കണ്ടോളൻസസ് എന്നാണ് കോണ്ടംലെസ് എന്നൊക്കെ. പ്രിയ സുഹൃത്ത് ടിനി ടോം വീട് വാങ്ങി. ഈ കമന്റ് ബോക്സ് വിഷയ. നല്ലൊരു മനുഷ്യനായിരുന്നു, എന്ത് പറയാനാ, ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. 1000 പൂച്ചാണ്ടികൾ, 1000 മുണ്ടച്ചികൾ, എല്ലാവരുടെയും ശബ്ദം സ്വന്തം ശബ്ദം പോലെ കൊണ്ട മനുഷ്യൻ. ഒരിക്കലും നികത്താൻ പറ്റാത്ത വിടവ്. അതൊരു പ്രശ്നമാണെങ്കിൽ ഒരു പല്ല് ഡോക്ടറിനെ കണ്ട് കമ്പിട്ടാൽ മതിയൊന്നും. മലയാള സിനിമയ്ക്ക് തീരാ ലാഭം. പ്രേമാണോന്നൊക്കെ. പ്രിയ സുഹൃത്തിന് കൂടാ. സോറി, ഒരുപാട് കളിയാക്കിയിരുന്നു, ഇനിയും കളിയാക്കും. ഇജാതി കമന്റ് മോർ ഷോക്കിംഗ് അപ്ഡേറ്റ് ഓൺ ദ വേ ഫോളോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാണ്. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല, ഇയാൾക്ക് മിമിക്രി അറിയില്ല. റെസ്റ്റിന്റെ ആദ്യ അഞ്ജലിന്ന്. നല്ലൊരു കലാകാരൻ. മലയാള സിനിമയ്ക്ക് ഇദ്ദേഹം ചെയ്ത സംഭാവനകൾ മരണം വരെയും ഞങ്ങൾ ഓർക്കില്ല. ഒരുപാട് കളിയാക്കിയിരുന്നു താങ്കളെ, ഇനിയും ശക്തമായി തുടരും. അയ്യോ വിഷയം കമന്റ് ബോക്സ്. Hard to believe that he is with us. Tiny Tom, good boy. Tiny Tom found bread in his bedroom. Tiny Tom passed in exams. He is more. Found hanging with his friends.
എന്താണ് നിങ്ങൾ ചെയ്ത എന്താ സംഭവം? അന്നേരം കിട്ടുമോ? എന്താടാ ഏമ്പക്കം വിട്ടോ? പാട്ടെടുത്തോട്ട് ചുണ്ട് വലത്തോട്ട് നീ ഇതെങ്ങോട്ട്? അവനെന്താണ്ടൊക്കെ കാര്യമായിട്ട് കാണിക്കുന്നുണ്ട്, നമുക്കിങ്ങനെ കണ്ട് ചിരിച്ചു പോവാ. അല്ലാണ്ട് എന്താ നല്ലോണം അഭിനയിക്കുന്നുണ്ട് ക്യാമറ. ആ ക്യാമറ കൊണ്ടുള്ള പരിപാടിയല്ലേ ഇത്? പൊളിച്ചു കിട്ടോ? ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് വീണ്ടും ഇത് ആരാണ് ഇതൊക്കെ വീണ്ടും? ഇതൊക്കെ കഴിഞ്ഞില്ല, നിർത്ത്. കക്കൂസി പോട്ട് വരാം. എന്റെ വീടിന്റെ ഡോറിൽ ഇപ്പൊ ജാൻമണി വന്ന് മുട്ടുന്നുണ്ട്. അല്ലെ നമ്മുടെ ദേശായ കുടുംബത്തിലാ. ഇങ്ങനത്തെ കാന്താരന്മാരെ ഇഷ്ടം. പുളിജാം ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ കഴിച്ചോണ്ടിരുന്ന സാധനം. അതെല്ലാം കൂടി അവൻ ഗ്ലാസ്സിനകത്താക്കി ഇത് നാരങ്ങ പിഴിഞ്ഞ് പച്ചമുളകിട്ട് ഐസ് ഫിസ്സാ. എന്നിട്ട് ഇതാണോ കുടിക്കാമോ? പിറ്റേന്ന് വളിയാണെന്ന് തോന്നും, പക്ഷെ വിടരുത്. മുന്നിൽ പറമ്പുള്ളതിന്റെ അഹങ്കാരമാണ്. ഇങ്ങനെ ഒരു തീട്ടൊക്കെ ഞാൻ കണ്ടിട്ടില്ല. കണ്ടുവരാൻ നിനക്ക് സമയം കിട്ടിയാൽ നീയാണ് പോരാളി. പറ്റാത്ത കിണർ മോട്ടർ ഉള്ളവർക്ക് എന്തു ആവാലോ. യുവ ചന്തിച്ചത് കേട്ടു. കമന്റ് വായിച്ച ചേച്ചിയുടെ ശ്വാസം മുട്ടുന്നു. അത് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ കമന്റ് പോസ്റ്റ്. ഇത് കുടിച്ചിട്ട് ബസ്സിൽ കയറി ചേച്ചിയാണ് ഗ്ലാസ് തല്ലി പൊട്ടിച്ചത്. ഏക്കർ കണക്കിന് പറമ്പുള്ളതിന്റെ അഹങ്കാരമാവും. ഇത് കുടിച്ച ശേഷം പാമ്പേഴ്സ് മേടിച്ച് വെച്ചോ. വളി വിടാൻ വേണ്ടി മുക്കിയാൽ വളി വരണമെന്നില്ല. അതുകൊണ്ടാണ് ഒരു സേഫ്റ്റി എന്നും നല്ലതാണ്. ഇൻസ്റ്റാഗ്രാമിന്റെ റീൽസും കമന്റ്സ് ഒക്കെ വളരെയധികം സ്കിനായിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ചെറിയ ചെറിയ കലാകാരന്മാർ ആരും കാണാതെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണ്ടേ. ആ പൊളിയല്ലേ? അവർ അതിന്റെ ഒപ്പം ഡാൻസും കൂടി കളിക്കുമ്പോഴേക്കും ഒരു രസമുണ്ട് കാണാനായിട്ട്. എന്തായാലും മുഴുവൻ ഞാൻ ആഡ് ചെയ്യുന്നില്ല, കോപ്പറേറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. ഡീൻ ജോൺസൺ എന്നാണ് ആളുടെ പേര്. കീപ് ഗോയിങ് ബ്രോ. ഇനിയും ഇതുപോലെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാവട്ടെ. കോപ്പിറൈറ്റ് ഇല്ലാതെ കിട്ടിയാൽ വളരെ ഉപകാരം. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. എൻ്റെ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. സോ ബൈ ഫോർ നൗ.